ഇപ്പോഴത്തെ ലോകം എന്ന് പറയുന്നത് അറിവില്ലാത്തവൻ അവന്റെ അറിവുകേടുകൾ ഇങ്ങനെ വിളമ്പുന്ന ഒരു കാലം. അറിവില്ലാത്തവൻ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുന്നു, ഖുർആനിനെ സംബന്ധിച്ച് സംസാരിക്കുന്നു. അറിവില്ലാത്തവൻ ഹദീസിനെ സംബന്ധിച്ച് സംസാരിക്കുന്നു, അറിവില്ലാത്തവൻ മദ്ഹബിനെ സംബന്ധിച്ച് സംസാരിക്കുന്നു. ഒരറിവുമില്ലാത്തവൻ അത്തരം കാര്യം സംസാരിക്കുന്നു. ആഖിറു സമാനിലാണ് നമ്മൾ ജീവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇസ്ലാമിന്റെ ഒരു ശത്രു, അവൻ ഇസ്ലാമിന്റെ ശത്രുവായത് എന്തുകൊണ്ടാണ്? അതിന്റെ ശത്രുവായത് എപ്പോഴും അറിവില്ലാത്തവൻ ശത്രുവായിരിക്കും. അന്നാസു അദാഉ മാ ജഹിലു, മനുഷ്യർ പലരും അദാഉ മാ ജഹിലു, അവർക്ക് വിവരമില്ലാത്തതിന്റെ എതിരാളിയായിരിക്കും എന്ന് ഒരു ആപ്തവാക്യമുണ്ട്. വിവരക്കേട് കൊണ്ട് ഇസ്ലാമിന്റെ ശത്രുവായി. അങ്ങനെ നേരെ തിരിച്ച് ഖുർആനും ഹദീസും മദ്ഹബുകളും പഠിപ്പിക്കുന്നതിനെതിരായി ഖുർആനും ഹദീസും പഠിപ്പിച്ചത് എന്താണോ അത് തന്നെയാണ് മദ്ഹബും പഠിപ്പിക്കുക. മദ്ഹബ് അതിനപ്പുറം ഒന്നും പഠിപ്പിക്കില്ല. മദ്ഹബ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാദഹബയിലെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മദ്ഹബ് എന്ന് പറഞ്ഞാൽ മാ ദഹബ ഇലൈഹി മിനൽ അഹ്കാം. ഖുർആനും ഹദീസും നോക്കി, ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നോക്കി ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്ന തീരുമാനത്തിനാണ് ശാഫിഈ മദ്ഹബ് എന്ന് പറയുന്നത്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്ന തീരുമാനത്തിനാണ് ഹനഫി മദ്ഹബ് എന്ന് പറയുന്നത്. അത് വെറുതെ അവർ കണ്ണുഞ്ഞിമി അങ്ങ് പറയല്ല, ഖുർആനും ഹദീസൊക്കെ നോക്കിയിട്ട് പറയാണ്, അല്ലാതെ സ്വന്തം വകയിൽ പറഞ്ഞാൽ മദ്ഹബാവൂല. അതുകൊണ്ടാണ് ഫത്ഹുൽ മുഈനിന്റെ തുടക്കത്തിൽ മദ്ഹബ് എന്താണെന്ന് പഠിപ്പിക്കുമ്പോ അത് സമ്പാദിച്ചെടുക്കുന്നത് ഖുർആനിലും ഹദീസിലും ഇജ്മാഇലും ഖിയാസിലുമാണ് എന്ന് പറഞ്ഞതായി കാണാം. അപ്പൊ അവര് തീരുമാനിക്കുന്ന തീരുമാനം, ഉദാഹരണത്തിന് 4 മദ്ഹബുകളിലും യാതൊരു തർക്കവുമില്ല, ഖുർആനും ഹദീസും വ്യക്തമായി പഠിപ്പിച്ച ഒരു വിഷയത്തിലും തർക്കമില്ല. 5 നേരം നിസ്കരിക്കണം, അതിൽ 4 മദ്ഹബില്ല, എല്ലാം കൂടി ഒറ്റ മദ്ഹബാണ്, ഒരൊറ്റ അഭിപ്രായമാണ്, രണ്ടാമത്തെ അഭിപ്രായം ഇല്ല. റമളാനിൽ നോമ്പെടുക്കണം, അതുപോലെ തന്നെ കള്ളു കുടിക്കാൻ പാടില്ല, അതേപോലെ വ്യഭിചരിക്കാൻ പാടില്ല, ഉമ്മ ബാപ്പയെ ദ്രോഹിക്കാൻ പാടില്ല, ആരെയും ദ്രോഹിക്കാൻ പാടില്ല, ബാപ്പ ഉമ്മയെ തീരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, അവരോട് ഒരക്ഷരം കൊണ്ട് പോലും അവർക്ക് മനസ്സിന് വിഷമിപ്പിക്കാൻ പാടില്ല. ഇതിലൊന്നും ഒരു മദ്ഹബിലും തർക്കം ഇല്ല. ലഹരി ഉപയോഗിക്കരുത്, കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത്, അതിലൊന്നും വെവ്വേറെ മദ്ഹബൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്. എല്ലാ മദ്ഹബിലും പച്ചയായ ഹറാമാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. കാരണം ഖുർആൻ വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ്, ലാ തഖറബുസ് സിനാ, വ്യഭിചാരത്തിലേക്ക് അടുക്കാൻ പാടില്ല. ഇന്നഹു കാന ഫാഹിശതൻ വമഖ്താ വസാഅ സബീലാ. വളരെ അർവഷളൻ പരിപാടിയാണത്, കടുത്ത തെറ്റാണത്, വളരെ ദുഷിച്ച മാർഗമാണത്. വ്യഭിചാരം ഹറാം. അതിൽ 4 മദ്ഹബൊന്നുമില്ല, ഒറ്റ മദ്ഹബേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു മദ്ഹബ് അനുസരിച്ചും ഒരു വ്യഭിചാരിക്ക് കുട്ടി ഉണ്ടാവില്ല. കാരണം വ്യഭിചരിച്ചിട്ടല്ലേ വ്യഭിചാരത്തിൽ കുട്ടി ഉണ്ടാകേണ്ടത്. വ്യഭിചാരത്തിൽ കുട്ടി ഉണ്ടാകാനുള്ള ഒരു പഴുതും 4 മദ്ഹബിലും ഇല്ല. 4 മദ്ഹബിലും വ്യഭിചാരം പച്ച ഹറാമാണ്, അതിലൊരു തർക്കവും ഇല്ല. ഇതേപോലെ സ്വന്തം മക്കളെ, സ്വന്തം ഉമ്മമാരെ വിവാഹം കഴിക്കാൻ 4 മദ്ഹബിലും ഒരു പഴുതും ഇല്ല. ഖുർആൻ വ്യക്തമായി പറഞ്ഞു, ഹുർരിമത് അലൈക്കും ഉമ്മഹാതുക്കും, നിങ്ങളെ ഉമ്മമാര് നിങ്ങൾക്ക് വിവാഹം കഴിക്കൽ ഹറാമാക്കപ്പെട്ടവരാണ്. വബനാതുക്കും, നിങ്ങളുടെ പെൺകുട്ടികൾ നിങ്ങൾക്ക് വിവാഹം കഴിക്കൽ ഹറാമാക്കപ്പെട്ടവരാണ്. വഅഖവാതുക്കും, നിങ്ങളെ സഹോദരിമാർ നിങ്ങൾക്ക് വിവാഹം കഴിക്കൽ ഹറാമാക്കപ്പെട്ടവരാണ്. വഅമ്മാതുക്കും, നിങ്ങളുടെ പിതൃ സഹോദരിമാർ
അവരും അങ്ങനെ തന്നെ വിവാഹം ഹറാമായവരാണ്. വഖാലാതുകും നിങ്ങളുടെ മാതൃ സഹോദരിമാർ, ഉമ്മയുടെ ജ്യേഷ്ഠത്തി അനുജത്തിമാർ നിങ്ങൾക്ക് വിവാഹം ഹറാമാക്കപ്പെട്ടവരാണ്. വബനാതുൽ അഖി സഹോദരന്റെ മകൾ, നിങ്ങളെ മകൾ മാത്രമല്ല നിങ്ങളെ സഹോദരന്റെ മകൾ നിങ്ങൾക്ക് ഹറാമാണ്. വബനാതുൽ ഉഖ്തി നിങ്ങളെ മകൾ മാത്രമല്ല നിങ്ങളെ സഹോദരിയുടെ മകളും നിങ്ങൾക്ക് വിവാഹം ഹറാമാക്കപ്പെട്ടവരാണ്. നിങ്ങൾക്ക് മുല തന്ന ഉമ്മമാർ, അവർ നിങ്ങളെ പ്രസവിച്ചവരല്ല, പക്ഷെ അവരും നിങ്ങൾക്ക് ഹറാമാണ്. മുലകുടി ബന്ധത്താൽ സാഹോദര്യ ബന്ധം സ്ഥാപിക്കപ്പെട്ട നിനക്ക് മുല തന്ന ഉമ്മയുടെ പെൺകുട്ടികൾ, അവർ നിങ്ങളെ സഹോദരിമാരാണ്, അവരും നിങ്ങൾക്ക് വിവാഹം ഹറാമാക്കപ്പെട്ടവരാണ്. നിസായിക്കും നിങ്ങളെ ഭാര്യമാരുടെ ഉമ്മമാർ, ഭാര്യയുടെ ഉമ്മ, ഭാര്യയുടെ ഉമ്മയുടെ ഉമ്മ, അങ്ങനെ തുടങ്ങി അവരുടെ ഉമ്മമാർ നിങ്ങൾക്ക് വിവാഹം ഹറാമാക്കപ്പെട്ടവരാണ്. وربائبكم اللاتي في حجوركم من نسائكم اللاتي دخلتم بهن നിങ്ങൾ വിവാഹം കഴിച്ച സ്ത്രീകൾ, ആ സ്ത്രീകളും നിങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവര് നേരത്തെ പ്രസവിച്ച പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ആ പെൺകുട്ടികൾ നിങ്ങളെ മക്കളല്ലല്ലോ, എന്നാലും അവരും നിങ്ങൾക്ക് അനുവദനീയമല്ല, നിങ്ങൾക്ക് വിവാഹം അനുവദനീയമല്ല. وربائبكم اللاتي في حجوركم من نسائكم اللاتي دخلتم بهن فإن لم تكونوا دخلتم بهن فلا جناح عليكم. അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അവരുടെ നേരത്തെ അവർ നിങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പ്രസവിച്ച വേറൊരു ഭർത്താവിനുണ്ടായ കുട്ടി, അവർ നിങ്ങളും ഈ ഭാര്യയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അവരെ ഒരു കാലത്ത് വിവാഹം കഴിക്കാൻ പറ്റൂല എന്ന നിയമം ഉണ്ടാവില്ല. എന്നിട്ടല്ല പറയാണ് അതിന്റെ ശേഷം വഹലായിലു അബ്നായിക്കും നിങ്ങളുടെ ആൺമക്കളുടെ ഭാര്യമാർ, അവരും നിങ്ങൾക്ക് പിന്നെ വിവാഹം കഴിക്കാൻ പറ്റൂല. ആ മക്കള് മരിച്ചു പോയാലും അവർ വിവാഹം മോചനം നടത്തിയാലും നിങ്ങൾക്ക് പിന്നെ ആ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ പറ്റൂല. അല്ലദീന മിൻ അസ്ലാബിക്കും നിങ്ങളുടെ മുതുകിലൂടെ വന്ന നിങ്ങളുടെ ആൺമക്കൾ, ആ മക്കളുടെ ഭാര്യമാര് നിങ്ങൾക്കൊരിക്കലും അനുവദനീയമാവില്ല. വാൻ തജ്മഉ ബൈനൽ ഉഖ്തൈൻ അതേപോലെ സഹോദരിമാരെ ഒരേ സമയത്ത് വിവാഹം കഴിക്കാൻ പറ്റൂല. ജ്യേഷ്ഠത്തെയും വിവാഹം കഴിക്കുന്നു, അനുജത്തെയും വിവാഹം കഴിക്കുന്നു, ഒരേ സമയം അത് പറ്റൂല. ഖുർആനിലെ ഈ ആയത്തിറങ്ങുന്നതിന് മുമ്പ് സംഭവിച്ചതിന് ബാധകമാകുന്നില്ല. ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ചെയ്തു പോയ അത്തരം വിഷയങ്ങളിൽ പുറത്തു വരുന്നവനാണ്. സുഹൃത്തുക്കളെ, ഇത്ര പച്ചയായി ഖുർആൻ പറഞ്ഞ ഒരാശയം, എന്നിട്ട് യാതൊരു ലജ്ജയില്ലാതെ പെൺകുട്ടികളെ, സ്വന്തം പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് ഖുർആനിലുണ്ട് എന്ന് പറയാൻ മാത്രം ശുദ്ധമായ കളവ് പറയുന്ന ഇസ്ലാമിന്റെ വിരോധികൾ ജീവിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതേപോലെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വളരെ പച്ചയായി പറഞ്ഞ വിഷയമാണ് ലാ തൻകിഹുൽ മുശ്രികാത്ത്. നിങ്ങൾ അമുസ്ലിം സഹോദരിമാരെ വിവാഹം കഴിക്കാൻ പാടില്ല. നിങ്ങൾ ബഹുദൈവ വിശ്വാസിനികളായ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പാടില്ല. അതുപോലെ നിങ്ങൾ ബഹുദൈവ വിശ്വാസികൾക്ക് നിങ്ങളെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാനും പാടില്ല. രണ്ടും പച്ചയായി ഖുർആൻ പറഞ്ഞ കാര്യമാണ്. പക്ഷെ അതിനെതിരെ സംസാരിക്കുന്ന, ഞാൻ ഖുർആന്റെ പൊരുളറിയുന്ന ആളാണ് എന്നും പറഞ്ഞ് രംഗത്ത് വരുന്ന ഒരുപാട് വ്യാജന്മാരും ദീനിന്റെ ശത്രുക്കളുമുണ്ട്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകും. മുസ്ലിമീങ്ങൾ നമുക്ക് മുൻഗാമികളായ അറിവുള്ള ആളുകൾ, പണ്ഡിതന്മാർ
പഠിപ്പിച്ചു എന്ന ആശയം മുറുകെ പിടിച്ച് പണ്ഡിതന്മാരെ പിൻപറ്റി ജീവിച്ച് മരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ.